എന്നാലും പെട്ടെന്ന് ഇങ്ങനെ വരും ഞാൻ വിചാരിച്ചില്ലേ. കൊച്ചു നിലത്ത് വീഴാഞ്ഞത് ഭാഗ്യം. ഇവിടെ പോസിറ്റീവ് ആവാൻ ലാഫിംഗ് യോഗ അടിപൊളിയാണെന്ന് ചങ്ക് പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. സംഭവം നല്ല കളറായിട്ട് വരാണെങ്കിലും ചിലർക്ക് റെഡിയാവും ചിലർക്ക് റെഡി ആവില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എനിക്ക്. ചിരി നിർത്തിയത് ഓർമ്മയുള്ളൂ. ടാറ്റ തന്ന് പോവാൻ നിന്ന ചുമ വീണ്ടും വന്നു. കോപ്പ് നമ്മള് പാറുവിന്റെ വണ്ടി എടുത്തിട്ടാണ് യാത്ര. സംഭവിച്ചിരുന്നവരൊക്കെ ചുമച്ച് കുറച്ചെങ്കിലും സംഭവം കളറായിരുന്നു കേട്ടാ. പിന്നീട് മനസ്സിലായി. ഒന്നൊഴുക്കി കണ്ണിലൊടുക്കി നമ്മുടെ ദാസ് ഹോട്ടൽസ് ചെയ്യാറത്തുള്ളത് 2 മാസമായി റിനോവേറ്റ് ചെയ്ത് ഞാൻ അറിഞ്ഞില്ലാന്ന്. അപ്പാപ്പം പോക്കറ്റ് മണി തന്നെ 100 രൂപ അടിച്ച് മാറ്റിയിട്ട് 7 രൂപയ്ക്ക് മസാല ദോശ എന്നിട്ട് ഇതിനൊക്കെ ഇത്ര രൂപയാവും എന്ന് പറഞ്ഞ ചേട്ടന്റെ പെറ്റിക്കൽ തുടങ്ങി. വൈകുന്നേരം കിട്ടുന്ന പൊറോട്ടയും ചാറോട്ടും എനിക്ക് ഫുള്ള് നൊക്ലാച്ചിയാണ് ഇവിടെ. കാലത്തായതുകൊണ്ട് 2 ദോശ ഒരു പുഴുങ്ങിയ മുട്ടയും പറഞ്ഞ് ഞാനങ്ങ് തൃപ്തി അടഞ്ഞു. ഈ ഹോട്ടലിന്റെ ഓർമ്മകൾക്ക് എന്റെ പ്രായത്തിന്റെ വിലയുണ്ട്. എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്നെ തേടി വന്ന് ഞാൻ അറിഞ്ഞു എന്ന് സത്യമായിട്ട് അറിഞ്ഞു. നിങ്ങൾ തൃശ്ശൂർ കുറുക്കഞ്ചേരി ചെയ്യാരം ഭാഗത്തേക്കൊക്കെ വരണമെങ്കിൽ മിസ് ചെയ്യേണ്ട. ചുമ്മാ ഒന്ന് കയറി നോക്ക്. ഞാനൊരു ഡോക്ടറെ കാണാൻ പോസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് എന്റെ മുഖം ക്യാമറയിൽ നോക്കണേ. എന്റെ മോന്ത കണ്ട 12 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്യൂട്ടീഷ്യന്റെ ഭർത്താവെന്ന് തോന്നുന്നു നിങ്ങൾക്ക്? തോന്നാത്തതിന്റെ കാരണം വൈകിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാട്ടാ. അങ്ങനെ വർക്കും തീർത്ത് നേരെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴുള്ള കാഴ്ച ഇതാണ്. വയ്യായിക്ക് കൈയും കാലും മുളച്ചത് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഈ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ എന്റെ കാര്യം പറയേണ്ടത്. എന്നിട്ടും ധൈര്യം സമ്പാദിച്ച മുഖത്ത് പോലെ ഇട്ടുവരും ചോദിച്ചപ്പോ ആ ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നു. അപ്പൊ തെറ്റിദ്ധാരണയുള്ളവരോട് പ്രത്യേകം പറയാണ്, ഇതാണ് സത്യാവസ്ഥ. പറഞ്ഞ് വെറുപ്പിച്ച് കാര്യം നേടാനായി ഞാൻ. അങ്ങനെ അവസാനം പുള്ളിക്കാരത്തിന് മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു. കരിവാളിപ്പ് പോകാനെന്ന് പറഞ്ഞ എന്തൊക്കെയോ കലിക്ക് മോത്ത് വെച്ചു. തുടക്കത്തിലെ സുഖം കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കണ്ടില്ലേ. കുറച്ച് കഴിയുമ്പോൾ പുള്ളി തുടങ്ങി. എന്നാ പിന്നെ വെറുതെ നേരം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുസ്തകം എടുത്ത് 50,000 കോപ്പിയിൽ വിറ്റ പുസ്തകം എങ്ങനെയാണ് വായിച്ചിട്ട് പറയാം. അപ്പൂസാണെ സീനിൽ ഒന്നിലും ഇല്ല. ഏതോ ഒരു കൊറിയൻ സീരീസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ മുഖം കഴുകാൻ പറഞ്ഞവള്. വീട്ടിലെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നിങ്ങള്. മുഖം ബ്രൈറ്റ് ആയത് കണ്ടിട്ട് അവൾക്ക് ബഹുമാനം തോന്നി. അവൾ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും അപ്പൂസ് പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് തുടങ്ങി. അവന്റെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പ്രോത്സാഹിപ്പിച്ചേക്കാന്നായി ഞാനും. ഈ ഒരു പരിപാടി വരുമ്പോഴാണ് ഞാനും ഭാര്യയും തമ്മിൽ തെറ്റാറ്. ബ്ലാക്ക് സമയത്ത് മൂക്കും എന്തോ വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ കോല് വെച്ച് കുത്താൻ വന്നോള്. എല്ലാം നോക്കിയിട്ട് മോത്തോക്കി ചിരിക്കണു. കൂടി നാടകം അവസാനിച്ചപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.